നമസ്കാരം, ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് CBSEയുടെ എക്സാം ആണ് ഇനി അടുത്ത് വരുന്ന മലയാളം എക്സാം 10ാം ക്ലാസ്സിന്റെ. അപ്പൊ അതിൽ പാർട്ട് എയും ബിയുമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വരിക. ഒന്നുകിൽ പാർട്ട് എയിൽ എഴുതി തുടങ്ങുക, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ നിന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി തുടങ്ങുക. അപ്പൊ പാർട്ട് എയിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയതിനു ശേഷം മാത്രമേ പാർട്ട് ബിയിലേക്ക് പോകാവൂ. അപ്പൊ നമുക്ക് അറിയാലോ, പാർട്ട് എയിൽ 2 പാരഗ്രാഫ് തന്നിട്ട് അതിലൊന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചോദ്യങ്ങൾ വായിക്കുക, എന്നിട്ട് പാരഗ്രാഫ് വായിക്കുക. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അല്ല വെറുതെ പാരഗ്രാഫ് വായിച്ചിട്ട് കാര്യമില്ല. ചോദ്യം വായിച്ചതിന് ശേഷം പാരഗ്രാഫ് വായിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ പറ്റും. വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലെ 10 എണ്ണത്തിൽ 7 എണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. ഇതിന്റെ ഉത്തരവും കൂൾ ഓഫ് ടൈമിൽ കണ്ടെത്തി വയ്ക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനുള്ള ഒരു ക്രമീകരണത്തിന് നല്ലതായിരിക്കും. ആദ്യത്തെ 7 എണ്ണം നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത 3 എണ്ണം വായിക്കാനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. 7 എണ്ണം എഴുതിയാൽ മതിയല്ലോ. അപ്പൊ സമയം ലാഭിക്കാം. ഇനി 4ാമത്തേതും MCQ ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങളിൽ 18 എണ്ണത്തിന് ഉത്തരം എഴുതണം. അപ്പൊ ഇതും നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി അതിന്റെ ഉത്തരം ഏതാണ് നമുക്ക് എഴുതാൻ ഏറ്റവും എളുപ്പമുള്ളതെന്നുള്ളത് ആ കൂൾ ഓഫ് ടൈമിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന സമയം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഇത്രയും വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ്. ഇനി സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ വ്യാകരണമാണ്. അപ്പൊ അതിൽ ഓരോ വിഭാഗത്തിനുള്ള മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയം ചെലവഴിക്കാതെ ഇതിന്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കണം. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാൻ 3 എണ്ണം ചോദിക്കും, 2 എണ്ണം ഉത്തരം എഴുതിയാൽ മതി. പൊതുവെ നമുക്ക് ശൈലികളൊക്കെയാണ് വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിക്കുക. അബദ്ധത്തിൽ ചാടുക, കുഴിയിൽ ചാടുക, ഇങ്ങനെയൊക്കെയുള്ള. കുഴിയിൽ ചാടുക എന്നുള്ളത് അബദ്ധത്തിൽ ചാടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തല വലിക്കുക എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശൈലികളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ പുസ്തകത്തിലുള്ള വാക്യങ്ങൾ അതുപോലെ എഴുതാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് അതിന്റെ ഉത്തരം അറിയാവുന്ന രീതിയിൽ നമ്മൾ മറ്റൊരു സെന്റൻസ് ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ഉപന്യാസത്തിലേക്ക് പോകും. ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം തന്നെ അതിനൊരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ ഏത് ഉപന്യാസമാണ് എഴുതേണ്ടതെന്ന് ശ്രദ്ധയോടെ ആദ്യമേ തീരുമാനിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റുന്ന വിഷയം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. 1.5 പുറത്തിലാണ് എഴുതേണ്ടത്. 3-4 പാരഗ്രാഫിൽ കൂടാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ്. 2ാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ 2ാമത്തെ പാരഗ്രാഫിൽ സൂചിപ്പിക്കണം. അത് കൃത്യമായി ആ ഒരു അടുക്കോടും ചിട്ടയോടും അത് എഴുതുക. നിങ്ങൾക്ക് സബ് ഹെഡിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാനും മറക്കരുത്. 3ാമത്തെ പാരഗ്രാഫിൽ തന്ന വിഷയത്തെ നമ്മളൊന്ന് ക്രിട്ടിസൈസ്